സൂര്യാസ്തമയത്തിന് ശേഷം ഈ വീട്ടിലേക്ക് ആരും കയറില്ല. കൊൽക്കത്തയുടെ ഹൃദയഭാഗത്തെ പ്രേതമാളിക വെറും കഥ മാത്രമാണോ? രാത്രി വീണു കഴിഞ്ഞാൽ കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കാം. ആരുമില്ലാത്ത മുറികളിൽ കുട്ടികളുടെ ചിരി മുഴങ്ങുമെന്നുള്ളതാണ്. ചലനമില്ലാതെ നിൽക്കുന്ന പാവകൾ പെട്ടെന്ന് ജീവനുള്ളതുപോലെ തോന്നും. സൂര്യാസ്തമയത്തിന് ശേഷം ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടാത്ത ഒരു മാളിക. ഇതൊന്നും ഹോളിവുഡ് സിനിമയുടെ കഥയല്ല. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയുടെ ഹൃദയഭാഗത്ത് ഇന്നും നിലനിൽക്കുന്ന പുതുൽ ബാരി എന്ന് അറിയപ്പെടുന്ന നിഗൂഢമായിട്ടുള്ള ഒരു പഴയ മാളികയെക്കുറിച്ചിട്ടുള്ള കഥകളാണിവ. ബംഗാളി ഭാഷയിലെ പുതുൽ എന്നാൽ പാവ എന്നാണ് അർത്ഥം. അതിനാൽ തന്നെ പുതുൽ ബാരി എന്നത് പാവകളുടെ വീട് എന്നാണ് അറിയപ്പെടുന്നത്. വടക്കൻ കൊൽക്കത്തയിലെ പുരാതന കെട്ടിടങ്ങളിൽ ഒന്നായ ഈ മാളിക അതിൻ്റെ കൊളോണിയൽ ശൈലിയിലുള്ള വാസ്തുവിദ്യ കൊണ്ടും ചുമരുകളിലും അതേപോലെ തന്നെ ബാൽക്കണികളിലും മേൽക്കൂരകളിലും സ്ഥാപിച്ചിരിക്കുന്ന വിചിത്രമായിട്ടുള്ള പാവശില്പങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഈ മാളികയെ പ്രശസ്തമാക്കിയത് അതിൻ്റെ സൗന്ദര്യമല്ല, മറിച്ച് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഭയാനകമായിട്ടുള്ള പ്രേതകഥകളാണ്. പ്രാദേശികമായിട്ടുള്ള ഐതിഹ്യങ്ങളനുസരിച്ച് ഒരു കാലത്ത് ഈ മാളിക സമ്പന്നരായിട്ടുള്ള ഭൂവുടമകളുടെ ഒരു വസതിയായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ വലിയ അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്ന ചില ഭൂ ഉടമകൾ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ചിലരെ കൊലപ്പെടുത്തിയിരുന്നുവെന്നും കഥകളുണ്ട്. ഇത്തരത്തിൽ അനീതിക്ക് ഇരയായവരുടെ ആത്മാക്കൾ ഇന്നും ആ മാളികയിൽ അലഞ്ഞു നടക്കുന്നു എന്നാണ് വിശ്വാസം തന്നെ. രാത്രിയിൽ സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കാമെന്നും നൃത്തം ചെയ്യുന്ന സ്ത്രീകളുടെ നിഴലുകൾ കാണാമെന്നുമാണ് പ്രദേശവാസികളുടെ ചില അവകാശവാദങ്ങൾ. മാളികയുടെ ഉടമയുടെ മകൾക്ക് പാവകളോടുണ്ടായിരുന്ന അമിതമായിട്ടുള്ള ഇഷ്ടമാണ് വീടിൻ്റെ എല്ലായിടത്തും പാവകളും ശില്പങ്ങളും നിറയാൻ കാരണമായതെന്നും ഒരു കഥ പറയുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണത്തിന് ശേഷം മാളികയിൽ അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ആരംഭിച്ചു എന്നാണ് മറ്റൊരു പ്രാദേശിക വിശ്വാസം തന്നെ. പ്രത്യേകിച്ച് ചന്ദ്രനില്ലാത്ത രാത്രികളിൽ മേൽക്കൂരയിലെ പാവകൾ ചലിക്കുന്നത് പോലെയോ സന്ദർശകരെ നിരീക്ഷിക്കുന്നത് പോലെയോ തോന്നിയതായിട്ട് പലരും അവകാശപ്പെടുന്നുമുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയിട്ട് പുതുൽ ബാരി കൊൽക്കത്തയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊന്നായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. രാത്രിയിൽ ആളുകൾക്ക് അദൃശ്യമായിട്ടുള്ള കാൽപ്പാടുകളുടെ നിശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഒഴിഞ്ഞ മുറികളിൽ നിന്ന് കുട്ടികളുടെ ചിരി കേൾക്കുക, ആടുന്ന കസേരകൾ സ്വയം ചലിക്കുക തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ ചിലർ പങ്കുവച്ചിട്ടുമുണ്ട്. ചില സന്ദർശകർ തങ്ങളുടെ പാവകൾ പിന്തുടരുന്നത് പോലെ തോന്നിയതായും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ മാളികയുടെ ഒരു ഭാഗിക പുനരുദ്ധാരണത്തിൻ്റെ രഹസ്യ അറകളിൽ നിന്ന് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇവ യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടുമില്ല. എന്നിരുന്നാലും ഇത്തരം കണ്ടെത്തലുകൾ മാളികയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നിഗൂഢത കൂടുതൽ ശക്തിപ്പെടുത്തി. ചില പ്രാദേശിക കഥകൾ അനുസരിച്ച് ഭൂവുടമകൾ ഒരു കാലത്തെ താന്ത്രിക ആചാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായുമെന്നും ആത്മാക്കളെ പാവകളിൽ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ചില പാവകൾ കൊണ്ടുവന്നതെന്നും പുരാതന ആചാരങ്ങളിൽ അവ ഉപയോഗിച്ചിരുന്നതായും കഥകളുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രപരമോ ശാസ്ത്രീയമോ ആയിട്ടുള്ള തെളിവുകളൊന്നും തന്നെ നിലവിലില്ലതാണ്. ഈ അടുത്ത കാലത്തായിട്ട് പാരാനോർമൽ ഗവേഷകർ പോലും ഈ മാളിക സന്ദർശിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ചിലരെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും തന്നെ ഇതുവരെ ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരം അനുഭവങ്ങൾക്ക് പിന്നിൽ പഴക്കമേറിയിട്ടുള്ള കെട്ടിടങ്ങളുടെ ശബ്ദങ്ങൾ, മാനസിക പ്രതിഭാസങ്ങൾ, ഭയം മൂലമുണ്ടാകുന്ന തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ പരിസ്ഥിതി ഘടകങ്ങൾ എന്നിവയായിരിക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതുൽ ബാരിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ പലതും പ്രാദേശിക ഐതിഹ്യങ്ങളും തലമുറകളായിട്ട് കൈമാറി കൊണ്ടുവരുന്ന വാചക പരമ്പരകളുമാണ്. ഇവയിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളതും എന്നത് ഇന്നും വ്യക്തമല്ല. പല സ്ഥലങ്ങളിലും ഇത്തരം കഥകൾ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാകാം രൂപപ്പെട്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക അനീതികളോ മറച്ചു വയ്ക്കാനോ
ചിലപ്പോൾ ജനങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് അകറ്റി നിർത്താനോ ഇത്തരം കഥകൾ പ്രചരിച്ചിട്ടുണ്ടാകാം. അതേസമയം ചില കഥകൾ കാലക്രമേണ അതിശയോക്തിപരമായിട്ട് വളർന്നു വരുന്നതായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുത്തുൽ ബാരിയുടെ കഥകളെ അന്ധമായിട്ട് വിശ്വസിക്കുകയോ അമാനുഷിക അനുഭവങ്ങൾ തേടി അപകടകരമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ പ്രവേശിക്കുകയോ ചെയ്യരുത്. ഇത്തരം കഥകളെ ചരിത്രത്തിൻ്റെയും പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ജനകീയ വിശ്വാസങ്ങളുടെയും ഭാഗമായാണ് കാണേണ്ടത്. പ്രേതകഥകൾ കൗതുകത്തോടെ കേൾക്കാം, പക്ഷേ അവ വെറും കഥകളായി മാത്രം കാണുന്നതാണ് ഉചിതം. ഇതുവരെ പുത്തുൽ ബാരിയിലെ അമാനുഷിക സാന്നിധ്യം തെളിയിക്കുന്ന വിശ്വസനീയമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും കൊളോണിയൻ ചരിത്രവും പ്രാദേശിക ഐതിഹ്യങ്ങളും ദുരൂഹതയും ഇഴചേർന്ന പുത്തുൽ ബാരി ഇന്നും കൊൽക്കത്തയിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന സ്ഥലങ്ങളിലൊന്നായിട്ട് തുടരുകയാണ്. ചരിത്രം, നിഗൂഢത, ജനകീയ വിശ്വാസങ്ങൾ എന്നിവ ഒരുമിച്ച് ചേരുന്ന ഈ മാളിക ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രേത കഥകളിലൊന്നിൻ്റെ കേന്ദ്രമായിട്ട് ഇന്നും നിലകൊള്ളും.